പിന്നെ നിങ്ങളടക്കമുള്ള ആളുകൾ കരുതിയിരുന്നത് എനിക്കൊരു പ്രവർത്തനമില്ല എന്നാണ്. നിങ്ങളെപ്പോഴാണ് അത് കുറച്ച് ആളെൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയുന്നത്? ഈ റോഡ് ഷോ നടക്കുമ്പോൾ അതുവരെ അറിയില്ലല്ലോ, നിങ്ങൾക്കൊന്നും അറിയുന്നില്ല. ഞാൻ തുടക്കം മുതൽ രണ്ടാമത്തെ ദിവസം തൊട്ട് ഞാൻ 75,000 വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എല്ലാ വീട്ടിലും എൻ്റെ പ്രവർത്തകരുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് 2 ദിവസം മുമ്പല്ലേ. നിലമ്പൂരിലെ വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഇന്ന് നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമാണ്. എൻ്റെ കൂടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ ഉണ്ട്. നിശബ്ദ പ്രചാരണത്തിൽ സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് തേടി ഇറങ്ങിയിരിക്കുകയാണ്. PV അൻവർ ഇപ്പോഴും വീട്ടിലാണ്. ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണോ? അല്ല, ഞാൻ വീട്ടിലിരുന്നാലും വോട്ട് പിടിക്കണം. കമ്മ്യൂണിക്കേഷൻ ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ, ആ പണി നടക്കുന്നുണ്ട്. വെറുതെ ഇരിക്കല്ല. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് വോട്ട് പിടിക്കാൻ തുടങ്ങിയാണ്. നല്ല വോട്ട് ഈ ഒരു സമയമായപ്പോഴേക്കും ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരൊക്കെ എന്താ പറയുക, നമുക്ക് വോട്ട് ചെയ്യണമെന്ന മനസ്സിൽ നിൽക്കുകയാണ്. അവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണർത്തുകയാണ്. അത് ഫോൺ വഴി തന്നെ ധാരാളം. ഏതൊക്കെ മേഖലകളിൽ നിന്ന്, ഗ്രൂപ്പുകളിൽ നിന്നാണ് കൂടുതൽ വോട്ട് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അതൊക്കെ ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ജനങ്ങളെ വോട്ട് കിട്ടും, അങ്ങനെ കണ്ടാൽ മതി. ഇപ്പോൾ ഇതിന് എന്തുകൊണ്ട് PV അൻവറിന് വോട്ട് ചെയ്യണമെന്നാണ് ഈ അവസാന നിമിഷം? താങ്കൾ അത് ഒരുപാട് തവണ പറഞ്ഞതാണ്. ഈ അവസാന സമയത്ത് വോട്ടേഴ്സിനോട് ചുരുക്കി പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് അൻവറിന് വോട്ട് ചെയ്യണം? അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വർഗീയപരമായിട്ടുള്ള ഇടപെടലാണ്. ഇപ്പം ഇന്നലെ ഏറ്റവും അവസാനമായിട്ട് പാർട്ടിയുടെ സെക്രട്ടറി നടത്തിയ പ്രസ്താവന RSSുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പല ഘട്ടത്തിലും RSSുമായി ഞങ്ങൾ ചേർന്നിട്ടുണ്ട്, ഇപ്പോഴും ചേർന്ന അവസ്ഥയാണ്. നാളെ വേണമെങ്കിൽ ചേരുമെന്ന നിലക്കൊരു വലിയ വെല്ലുവിളിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇതൊരു വസ്തുതയാണ്. ഞാൻ കഴിഞ്ഞ 8-9 മാസമായി പറയുന്നൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇതൊന്നുമല്ല വിഷയം. അവരുടെ നിലനിൽപ്പാണ്, അവരുടെ സ്വത്തും അവരുടെ ജീവനും വലിയ അപകടത്തിലാണ് വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട്. ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നൊരു ഗവൺമെൻറ്റായിരുന്നു കഴിഞ്ഞ 9 കൊല്ലം ഈ നാട് ഭരിച്ചത്. അതിനുള്ള ശേഷി പിണറായിക്കുണ്ടായിരുന്നു. അതിനുള്ള സാമ്പത്തിക സംവിധാനങ്ങൾ കിഫ്ബി വഴി അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ജനം അവിടെ വർഗീയത പറഞ്ഞിട്ട് വരുന്ന വന്യമൃഗങ്ങൾ ഏത് ജാതിപ്പെട്ടവനെ മതത്തിൽ നോക്കിയിട്ടല്ലല്ലോ മനുഷ്യരെ കൊന്നു പോകുന്നത്. അപ്പോൾ അവിടെ ഒന്നും വിലപ്പോവില്ല. ജനങ്ങൾക്ക് അറിയേണ്ട അവരുടെ എക്സിസ്റ്റൻസാണ്. ആ വിഷയം ഉയർത്തിപ്പിടിച്ച് പിണറായിസം ഈ മലയോര കർഷകരോടും ഈ പറയുന്ന മലബാറിലെയും മലപ്പുറത്തെയും ജനങ്ങളോടൊക്കെ കാണിക്കുന്ന ഒട്ടനവധി അനീതികൾ, ആ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഇറങ്ങി വരുന്നത്. നമ്മളിപ്പോഴും ആ വിഷയം തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. സ്വാഭാവികമായും ആ വിഷയത്തിന് അവിടെ ജനങ്ങൾ പ്രതികരിക്കും. അപ്പോൾ ആ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് നമുക്ക് ഒരവസാനത്തെ കപ്പൽ എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ളൊരു സംഗതിയാണ്. ഇവിടെ മനുഷ്യൻ്റെ ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കാതെ ഇവിടുത്തെ ഭരണാധികാരികൾ, അതിനോടൊപ്പം നിൽക്കുന്നവർ, അവിടുത്തെ സ്ഥാനാർത്ഥികൾ, ഇതൊക്കെ അവർക്ക് കൃത്യമായി അറിയുന്നവരാണ്. ഈ വിഷയത്തിൽ ആത്മാർത്ഥമായൊരു ഇടപെടലും നടത്താത്തവരാണ്. ഷൗക്കത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരിക്കൽ പോലും പിണറായിക്കെതിരെ പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ RSSനെതിരെ അനുകൂലമായി RSSുമായി ബന്ധം ഗോവിന്ദ മാഷ് പറഞ്ഞപ്പോൾ എല്ലാവരും മതേതര സമൂഹം അതിനെ എതിർക്കേണ്ടായത്. ഷൗക്കത്ത് എന്താ ചെയ്തത്? അതിലെന്താ വലിയ പ്രത്യേകത? ഇത് രേഖകളിലുണ്ടല്ലോ, മുമ്പേ RSSുമായി ചേർന്നിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ അതിനെ ലൈറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്വീകരിച്ച നിലപാട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെതായ ലാഭക്കച്ചവടവും, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വളർച്ചയും, അദ്ദേഹത്തിന് സമൂഹത്തിൽ പേര് കിട്ടാനുള്ള നിലപാടുകളാണ് മുമ്പൊക്കെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് തങ്ങളെ പറഞ്ഞതും സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ഇപ്പോൾ നിലമ്പൂർ പള്ളി ക്രിസ്ത്യൻ ചർച്ചുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന സ്വയം പേരെടുക്കുക. ഒരു സിസ്റ്റത്തിനെതിരെ പറയുമ്പം വാർത്ത കൊടുക്കാൻ ആളുണ്ടാവും. നിങ്ങൾ എൻ്റെ കൂടെ ഇപ്പോൾ എനിക്കത്രയും വാർത്താ പ്രാധാന്യം നൽകുന്നത് എന്താ? നമ്മളൊരു സിസ്റ്റത്തിനെതിരെ പറയുന്നതുകൊണ്ടാണ്. ഞാൻ പറയുന്ന സിസ്റ്റം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഷൗക്കത്ത് എപ്പോഴും സിസ്റ്റത്തിനെതിരെ പറയുന്നതിന് അവൻ്റെ പേരും പ്രശസ്തിക്കുവാണ്. അപ്പോൾ അത്തരത്തിലൊരാളെ തിരഞ്ഞെടുക്കാൻ അവിടെ ജനങ്ങൾ തയ്യാറാവില്ല. പിന്നെ ഈ പറയുന്ന സ്വരാജ് ഈ നാട് വിട്ടൊരു ബന്ധമില്ല. പോത്തുകല്ലിൽ നിന്ന് ആയിരുന്നു അദ്ദേഹത്തിന് വീടാ മലയോര മേഖലയിൽ. അവിടുത്തെ കർഷകർ എന്നോട് പറഞ്ഞത്, സാറേ വീട് വിറ്റാവുന്ന നിലമ്പൂർ ടൗണിലേക്ക് മാറി, അവനൊക്കെ നമ്മളെങ്ങനെ വോട്ട് ചെയ്യാനാണ്? ഇവിടുത്തെ ഈ വന്യമൃഗശല്യം കൊണ്ടല്ലേ അദ്ദേഹം പോയത്, മനസ്സിലായോ? പിന്നെ അദ്ദേഹം ഒരു പാർട്ടിയുടെ ഒരു വിഭാഗത്തിൻ്റെ വക്താവ്, എന്നും പിണറായിയുടെ വക്താവാണ്. ഈ പറയുന്ന സഖാവ് VSനെയൊക്കെ പച്ചത്തെറി പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടി ഒറ്റക്കായിട്ടായതും ചെയ്തിട്ട് ശരിയല്ല എന്ന് പറഞ്ഞ നിലപാടാണ് ശബരിമല ഇഷ്യൂ. അത് പിണറായിൻ്റെ നിലപാടായിരുന്നു. അതിന് പാർട്ടിക്കകത്ത് വലിയ വലിയ എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷേ സ്വരാജ് കേരളം മുഴുവൻ ആ വാഴ്ത്തുപാട്ട് പാടി നടന്നു. ഇപ്പോഴും ആ വാഴ്ത്തുപാട്ട് പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് സഖാക്കൾ അദ്ദേഹത്തെ കാണുന്നത്, ജനങ്ങളും അതാ കാണുന്നത്. അതിൽ വലിയ എതിർപ്പുണ്ട്. VSനെ ഒന്ന് പോയി ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം ജയിച്ചിരിപ്പുണ്ടല്ലോ. 1964 പാർട്ടി പിറന്നപ്പോൾ CPIMനോടൊപ്പം നിന്ന
10-30 ആൾ നേതാക്കന്മാരിൽ സഖാക്കളിൽ ആകെ ജീവിച്ചിരിപ്പില്ല ആളുകൾ പോയിട്ടില്ല. എം വി ഗോവിന്ദൻ അവസാന സമയം RSSുമായി ചേർന്നു എന്ന പദപ്രയോഗം നേരിട്ട് നടത്തിയത് അത് ബോധപൂർവമാണ്, ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഭയന്നാണ് എന്ന് തോന്നുന്നുണ്ടോ? 1000% ബുദ്ധിയുള്ളവർക്ക് ആർക്കും മനസ്സിലാവില്ലേ? എനിക്ക് സ്കൂളിൽ പോയി പഠിക്കൊന്നും വേണ്ട. കോമൺ സെൻസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുത്തിട്ടുള്ളതാണ്. ആ കോമൺ സെൻസുള്ള ആ മനുഷ്യർക്ക് മുഴുവൻ മനസ്സിലാവും. അത് തന്നെയല്ലേ കൃത്യം, ആ നിലപാട് തന്നെയല്ലേ 2026 സ്വീകരിക്കാൻ പോകുന്നത്. അത് തന്നെയല്ലേ PV അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പാർട്ടി ഓഫീസിൻ്റെ കളർ വരെ മാറ്റില്ലേ. ചുവപ്പ് അലർജിയാണ്, നെഗറ്റീവ് കളറാണ് എന്ന് പറയുന്ന ആരാ? പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എന്തുമാത്രം സഖാക്കളുടെ നെഞ്ചിടിപ്പ്, ആ വേദന അവർക്കുണ്ടായിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മീഡിയേറ്ററാണ്. പിണറായിക്ക് നേരിട്ട് ഇടപെടാൻ കഴിയാത്ത കാര്യത്തിൽ ഇടപെടുന്ന വ്യക്തിയാണ്. ഇപ്പോൾ RSSുമായുള്ള മീഡിയേറ്റർ ആണെന്നാണോ? തീർച്ചയായിട്ടും. എന്താ തർക്കം? അല്ലെങ്കിൽ അദ്ദേഹം പറയുമോ? ഇപ്പോൾ പോലീസിൻ്റെ DGP നിയമനവുമായി ബന്ധപ്പെട്ട് അവസാനം വരാൻ പോകുന്ന ഇലക്ഷൻ കഴിയാൻ കാത്തിരിക്കല്ലേ. 6 പേര് അയച്ചിൽ ഒരാൾ അജിത് കുമാറാണ്. അതിൽ 2 പേരെ കേന്ദ്ര സർവീസിലുള്ളവരാണ്. അവരോട് അവരുടെ ബില്ലിങ്സ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു IPS ഓഫീസറുടെ പേരിലുള്ള വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതിൻ്റെ പേരിൽ അദ്ദേഹം തള്ളപ്പെടും. പിന്നെ വരുന്ന 3 ആളിൽ അജിത് കുമാറുണ്ട്. അത് സ്റ്റേറ്റിന് തീരുമാനിക്കാം 3-ൽ ആരെയും. അപ്പം ഈ 1-ാം തീയതിക്കുള്ളിൽ അജിത് കുമാർ ഇവിടുത്തെ DGP ആയി വരികയാണ്. ഈ വിഷയത്തിലൊരു സമരം നടത്താൻ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് തയ്യാറായോ? ഞാൻ പറഞ്ഞല്ലോ, ശക്തമായ സമരം ഇവിടെ നടത്തണ്ടേ, സമ്മതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പൊതുസമൂഹത്തെയല്ലേ വെല്ലുവിളിക്കുന്നത്. മാത്രമോ അദ്ദേഹത്തെ മറ്റേ പ്രസിഡന്റ് അവാർഡിന് വേണ്ടിയിട്ട് ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്ത് അയച്ചു. ഈ 2 കാര്യങ്ങളും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവുമായിട്ട് നല്ല ബന്ധം നിൽക്കുന്ന സമയമാണല്ലോ. ശക്തമായ സമരം നടത്തണം, അതിനുള്ള നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനല്ലേ പറ്റൂ. ഈ ആദ്യഘട്ടത്തിൽ താങ്കളുടെ പ്രചാരണം അത് ഗ്രൗണ്ടിൽ വേണ്ട വിധം ഉണ്ടായിരുന്നില്ല എന്ന പ്രതീതിയായിരുന്നു. താങ്കളുടെ എതിരാളിയായി കാണുന്നൊരു നിലയും ഉണ്ടായിരുന്നില്ല. യൂസുഫ് പട്ടാൻ്റെ റോഡ് ഷോ കഴിഞ്ഞ ശേഷം എതിർ ചേരി കൂടി അല്ലെങ്കിൽ എതിർ ക്യാമ്പ് കൂടി അത് തിരിച്ചറിയുന്ന ഒരു ഘട്ടമുണ്ടായി. അപ്പോൾ മറ്റൊരു പ്രചാരണം കൂടി പ്രധാനമായിട്ട് വരുന്നുണ്ട്. അതായത് PV അൻവറിന് വോട്ട് ചെയ്തതുകൊണ്ട് കാര്യമില്ല, UDFൽ വോട്ട് ചെയ്താലേ അടുത്ത തവണ സർക്കാർ മാറി വരികയുള്ളൂ, അതിൻ്റെ സെമി ഫൈനലാണെന്ന തരത്തിൽ. അപ്പോൾ ആ ഒരു പ്രചാരണത്തെ താങ്കൾ എങ്ങനെയാണ് പ്രതിരോധിക്കുക? PV അൻവറിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ലേ? അതൊക്കെ എന്താ പറയുക, തുപ്പിത്തോൽപ്പിക്കുക എന്നൊക്കെ പറയും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. തുപ്പിയിട്ടൊന്നും ഞാൻ തോൽക്കാൻ പോകുന്നില്ല. പിന്നെ നിങ്ങളടക്കമുള്ള ആളുകൾ കരുതിയിരുന്നത് എനിക്കൊരു പ്രവർത്തനമില്ല എന്നാണ്. നിങ്ങളെപ്പോഴാണ് അത് കുറച്ച് ആളെൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയുന്നത്? ഈ റോഡ് ഷോ നടക്കുമ്പോൾ അതുവരെ അറിയില്ലല്ലോ, നിങ്ങൾക്കൊന്നും അറിയുന്നില്ല. ഞാൻ തുടക്കം മുതൽ 2-ാമത്തെ ദിവസം തൊട്ട് ഞാൻ 75,000 വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എല്ലാ വീട്ടിലും എൻ്റെ പ്രവർത്തകരുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് 2 ദിവസം മുമ്പല്ലേ അല്ലേ? അത് തന്നെ നടക്കാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്ന 35,000 വോട്ടിലേക്ക് സ്വരാജ് എത്തുക എന്നത് തന്നെ അവർക്ക് പ്രയാസകരമാണ്. പണം കൊടുത്ത് പൈസ വാങ്ങിക്കേണ്ടത്. ഇപ്പം എന്തിനാ? ജയിക്കാനല്ല. ഇടിഞ്ഞ് തകർന്നു പോകുന്നതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് സഖാക്കൾക്ക് പണം കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് പണം കൊടുക്കുന്നുണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ട സകലമാന ആളുകളോട് ഞാൻ പറഞ്ഞ പൈസ വാങ്ങാനാണ്. ഇത് അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസയല്ല. ഈ നാട് കൊള്ളയടിച്ച് വരുമാനം ഉണ്ടാക്കിയ പൈസയാണ് അതിൽ വലിയൊരു ശതമാനം. ഈ പാവപ്പെട്ട തൊഴിലാളികൾ ടാക്സ് കൊടുത്ത പൈസയാണ്. പെട്രോളിന് 2 രൂപ സെസ് ഇവിടുത്തെ കൂലിപ്പണിക്ക് വന്ന തൊഴിലാളികളും കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പെൻഷൻ കറക്റ്റായിട്ട് കൊടുക്കാൻ. ഈ കോടികൾ അടിച്ചു മാറ്റി ടാക്സ് വർദ്ധിപ്പിച്ചും ഈ പറയുന്ന ഇൻഷുറൻസ് വർദ്ധിപ്പിച്ചും ഒക്കെ പണം ഇടത്തരക്കാരും സാധാരണക്കാരെത്തുന്ന ഓട്ടോറിക്ഷക്കാരെത്തുന്ന കഴുത്തിന് പിടിച്ചാൽ വാങ്ങുന്നത്. എന്നിട്ട് ആ പണം മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. ഇതൊക്കെ ചർച്ചയാണ് സാധാരണക്കാരുടെ ഇടയിൽ. ഇത് നമ്മുടെ ജനങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇതിൽ രാഷ്ട്രീയമല്ല. ഒരു 30% ആളുകൾ മാത്രമേ രാഷ്ട്രീയത്തിന് മുൻഗണന കൊടുക്കുകയുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ. മറ്റതൊക്കെ അവരുടെ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നത്തിന്, അവരുടെ സ്വത്ത്, അവരുടെ ജീവൻ, അവരുണ്ടാക്കിയ അവരുടെ കാർഷിക മേഖല, അവരുടെ വീട്. ഈ ആനയുടെ ഇടയിൽ താമസിക്കുന്ന വീടുകളെന്ന് പറഞ്ഞാൽ നമ്മളൊരു സിമൻറ്റ് കട്ട വെച്ച് കിട്ടുന്ന വീടാണ്. കോൺക്രീറ്റ് ഒന്നുമില്ലല്ലോ ചുമരെന്ന് പറയുന്നത്. ആന തുമ്പിക്കൈ കൊണ്ടൊന്ന് അമർത്തിയാൽ വീഴുന്ന വീടാണ് ഈ വീടടക്കം. അപ്പോൾ ഒരു ദൈവാനുഗ്രഹത്താൽ ആന അങ്ങനെ ചെയ്യാതിരിക്കുകയാണ്. ഇപ്പോൾ വീട് അറ്റാക്ക് ചെയ്ത് തുടങ്ങിയാണ്. പല കെട്ടിടങ്ങളും ഇടിച്ചു പൊളിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത ശീലമാണ്. ഇതിലേക്കൊക്കെ കടന്നാൽ മനുഷ്യൻ്റെ ജീവനത്തിന് എന്ത് സെക്യൂരിറ്റി ഉണ്ട്? മക്കളെ കെട്ടിപ്പിടിച്ച് നേരം വരെ എന്താ പറയുക, ഉൾപ്രദേശങ്ങളിൽ മലയോര മേഖലത്ത് അമ്മമാർ ഉറങ്ങാതിരിക്കുക പ്രാർത്ഥിച്ചിട്ട്. ഇവർക്കൊക്കെ എന്ത് രാഷ്ട്രീയ ഈ ഒരു വിഷയത്തിൽ? അപ്പോൾ എങ്ങനെയാണ് ഞാൻ വിജയിക്കുന്നത്?
ഞാൻ വിജയിക്കുന്നത് നമ്മുടെ ഈ വിഷയത്തിലുള്ള സിൻസിയറിറ്റിയും ജനങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസവും അവരുടെ അനുഭവങ്ങളുമാണ്. മനുഷ്യ അനുഭവത്തിൽ നിന്നാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്ന എന്താ ഒന്നുമില്ല, ഒരാളുമില്ല, ഞാൻ വല്ലതും പറയാൻ വന്നോ? കുറച്ച് ചെറുപ്പക്കാർ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോഴാണല്ലോ നിങ്ങൾ എന്നെ കണ്ണുറക്കുന്നത്. പക്ഷെ എൻ്റെ വോട്ട് മുഴുവൻ വീടുകളിലാണ്. അത് വളരെ സുന്ദരമായിട്ട് അവർ നടത്തുന്നുണ്ട്. അത് അച്ഛനാകാം, അമ്മയാകാം, മക്കളാകാം, മരുമക്കളാകാം, പേരക്കുട്ടികളാകാം. അത് കേവലം വീടുകളാണോ അതോ കോൺഗ്രസ്സുകാരുടെയും ലീഗുകാരുടെയും സി പി എമ്മുകാരുടെയും വീടുകളാണോ? എല്ലാ വീടും, മനുഷ്യർ താമസിക്കുന്ന എല്ലാ വീടും. അതായത് UDF ക്യാമ്പ് എല്ലാം മനുഷ്യർ തന്നെ എല്ലാവരും പെട്ടല്ലോ. അത് സംഭവിക്കും. അതായത് UDF ക്യാമ്പ് ഒറ്റക്കെട്ടാണ് എന്നുള്ളൊരു വികാരം പൊതുവിലുണ്ട്. അത് ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം എന്നതുകൊണ്ട്. അപ്പോൾ അവിടെ നിന്നും ഒരുപാട് വോട്ടുകൾ ആ ക്യാമ്പിൽ നിന്നും വരാനുണ്ട്, ഷൗക്കത്തിനെതിരായ വോട്ടുകൾ എന്ന് തന്നെയാണോ? UDF ക്യാമ്പ് ഒറ്റക്കെട്ടൊന്നുമല്ല, 10,000 കെട്ടാണ്. കെട്ടൊക്കെ കഴിഞ്ഞു പോയിട്ട് കാലം കുറേയായി. നേതൃത്വം അത് ആ രീതിയിൽ കാണിക്കല്ലേ ബാധ്യതയുള്ളൂ, അതവർ ചെയ്യുന്നുണ്ട്. ജനങ്ങൾ ഒറ്റക്കെട്ടാണ്, നേതാക്കൾ ഒറ്റക്കെട്ടാണെന്ന് വരുത്തി തീർക്കുന്നത്. അത് പല ഇഴകളാണ്, അതൊക്കെ നേരിട്ടറിയുന്ന ആളാണ് ഞാൻ. ഒരാളും 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് ഈ ഷൗക്കത്തിന് വേണ്ടി വോട്ട് പിടിക്കുന്നില്ല. ഒരാളും 100% സിൻസിയറായിട്ട് ഈ പറയുന്ന നേതാക്കന്മാരാരും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നില്ല. ഈ ഒരു AP അനിൽകുമാറും സംഘവും ഈ പറയുന്ന KPCCയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെയും AICCനെയും പറ്റിച്ചിരിക്കുകയാണ്. അനിൽകുമാറിനെ സംബന്ധിച്ച് ഇനി മലപ്പുറത്തൊരു MLA ഉണ്ടാവാൻ പാടില്ല. ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാൽ അവൻ തോൽക്കുമെന്ന് കൃത്യമായി അറിയുന്ന ആളാണ് AP അനിൽകുമാർ. അപ്പോൾ അവൻ്റെ സ്ഥാനം നിലനിർത്താൻ ഭാവിയിൽ മലപ്പുറത്ത് കോൺഗ്രസിനൊരു MLA ഉണ്ടാകാൻ പാടില്ല. അവൻ ഇനി മന്ത്രിയാവണല്ലോ. ഷൗക്കത്ത് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാവും. 2 മന്ത്രിമാരെ കോൺഗ്രസിന് മലപ്പുറത്ത് കൊടുക്കാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് വരുവാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ എണ്ണം കൂടുതൽ മലപ്പുറത്തു നിന്നായിരിക്കും. അപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന അവൻ്റെ ഒരു തടസ്സം നീക്കുകയാണ്. ഷൗക്കത്തിനെ കൊന്നു കൊല പിടിക്കുകയാണ്. അതിനവൻ സ്വീകരിച്ച നിലപാടെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന AICC KCA അടക്കം പറഞ്ഞോ തെറ്റിദ്ധരിപ്പിച്ചു. മനസ്സിലായോ? സതീശനെ സംബന്ധിച്ച് ഇത് വളരെ ഈസിയായി. പുള്ളി അനിൽകുമാറിൻ്റെ ആ സ്റ്റാൻഡ്. കാരണം സതീശൻ്റെ വിഷയം വരാനിരിക്കുന്ന പറവൂർ തിരഞ്ഞെടുപ്പാണ്. അവിടെ പിണറായി പറഞ്ഞു മര്യാദയ്ക്ക് അൻവറിനെ ചവിട്ടി പുറത്താക്കിയോ, അല്ലെങ്കിൽ പറവൂർ ആൺകുട്ടികളെ ഒന്ന് മത്സരിക്കുന്നു. അവിടെ CPIൻ്റെ ഏതെങ്കിലും ഒരാൾക്കും അറിയാത്ത ആളെ വന്നിട്ട് അതിങ്ങനെ ഈ പറയുന്ന ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൂ, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ എക്സസിൻ്റെ ഭാഗമാണ്. പിന്നെ പുനർജനി നിങ്ങൾക്കൊക്കെ അറിയാം. വിജിലൻസ് അന്വേഷണം നടത്തി FIR ഇടാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഈ 2 ഓലപ്പാമ്പ് കട്ടിയപ്പോഴേക്കും എന്തായി? VD സതീശൻ്റെ മുട്ട് പറച്ചു. പിന്നെ അങ്ങനെ PV യൂണിവേഴ്സിറ്റിയിൽ വരിക. അപ്പോൾ ഇങ്ങനെ മുട്ട് പറക്കുന്ന, ഇങ്ങനെ സ്വാർത്ഥ താല്പര്യമുള്ള ഒരു വ്യക്തിയെ വെച്ചിട്ട് ഈ പിണറായിസത്തിനെതിരെ എങ്ങനെ പോരാട്ടം നടത്തും എന്നാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ടാണ് ഈ VD സതീശൻ ഈ UDFൻ്റെ ലീഡർഷിപ്പിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ അതിലേക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. എൻ്റെ വ്യക്തിപരമായ വിരോധമല്ല. അവർക്കൊക്കെ മടിയിൽ കനവുണ്ട്, അവർക്കൊക്കെ പ്രത്യേക പേഴ്സണൽ താല്പര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ ജനത്തിൻ്റെ താല്പര്യം പിണറായിസം ഇവിടെ അവസാനിക്കണമെങ്കിൽ ഗവൺമെൻറ് മാറണമെന്നാണ്. അതിന് അതിശക്തമായ നിലപാടെടുക്കേണ്ടവർ വരണം. ലീഗ് ശക്തമായ നിലപാടെടുക്കുന്നുണ്ടല്ലോ. ലീഗ് ഈ പറയുന്ന പോലീസ് വിഷയത്തിൽ എത്ര സമരം ഇവിടെ നടത്തി? ഒറ്റ സമരം നടത്തിയോ മലപ്പുറത്ത് കോൺഗ്രസ്? ഈ ഏകപക്ഷീയമായിട്ടുള്ള ഈ പോലീസിൻ്റെ ഇടപെടലും ഈ ചെറുപ്പക്കാരെ കള്ളക്കേസിൽ കൊടുക്കുന്നതും നടത്തിയിട്ടില്ലല്ലോ. അപ്പം ലീഗിനതിൽ നിലപാടുണ്ട്. പക്ഷേ ലീഗ് നേതൃത്വത്തിനെ സംബന്ധിച്ച് പല പ്രതിസന്ധികളുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബായാലും തങ്ങളായാൽ പോലും ഈ വിഷയം അവരാവശ്യപ്പെട്ടിട്ട് പോലും അവർ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് പറയല്ലോ. അവർ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇന്ന ആളാവണമെന്ന് പറയില്ല. പക്ഷെ അവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പഠിച്ചതിൽ നിന്നും ജോയ് ആയിരിക്കും നല്ലത്. ജോയിയെ പ്രഖ്യാപിക്കുന്നവരെ ലീഗ് ലീഡർഷിപ്പ് പോലും കരുതിയതാണല്ലോ ജോയി ആയിരിക്കുന്നതാണല്ലോ. മനസ്സിലായോ? അപ്പോൾ കൊടും ചതിയല്ലേ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ അറിയാം. പാണക്കാട് തങ്ങൾക്ക് എന്നും എന്താ പറയുക അവസാന വാക്ക് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ റെസ്പെക്റ്റ് പൊതുസമൂഹം കൊടുക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് ചില കുടുംബത്തിന് കിട്ടുന്നതാണ്. ഹൈന്ദവ സമുദായത്തിലും ക്രൈസ്തവ സമുദായത്തിലൊക്കെ ഉണ്ടാവും അങ്ങനെ ചില ലീഡേഴ്സ്. ഇപ്പം മാർപ്പാപ്പ, നമുക്ക് എല്ലാവർക്കും മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സോഫ്റ്റ്നെസ്സാണ് വരിക. മനുഷ്യത്തുള്ളവർക്കൊക്കെ സോഫ്റ്റ്നെസ്സാണ് വരിക. അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ഇപ്പോൾ ഈ പറയുന്ന ഇസ്രായേൽ വിഷയത്തിലായാലും മറ്റു ലോകത്ത് നടക്കുന്ന അക്രമത്തിനെതിരെയൊക്കെ അവർ വളരെ മനുഷ്യത്വപരമായിട്ട് ഇടപെടുന്ന. അപ്പോൾ നമുക്കെന്താ അവരോട് ഇഷ്ടമാണ്, വത്തിക്കാനോട് നമുക്കൊരു ഇഷ്ടമാണ് മനുഷ്യർക്ക് എന്ന് പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തും ഉണ്ടാവുന്നു. അങ്ങനെ ഒരു ഇഷ്ടം ഉള്ള ഒരു സാമുദായിക നേതാവിനെ
അവരുടെ വാക്കിന് പോലും ഒരു വിലയും കൽപ്പിക്കാതെ ഞാൻ 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 മനസ്സിലായോ, നടക്കാൻ പോകുന്നില്ല. മറുഭാഗത്താണെങ്കിൽ താങ്കൾ ഇപ്പോൾ പിണറായി സത്തെക്കുറിച്ച് പറഞ്ഞു, സംസ്ഥാന സർക്കാരിനെതിരായ വികാരം പറഞ്ഞു. പക്ഷേ എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയത് അതൊക്കെ മറികടക്കാൻ പറ്റുന്ന തരത്തിലാണ് എന്ന് തോന്നുന്നുണ്ടോ? സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം, അതിനെക്കുറിച്ച് എന്താണ് സ്വരാജിൻ്റെ വ്യക്തിപ്രഭാവം? പുള്ളി നന്നായിട്ട് സംസാരിക്കും, ഭാഷ അറിയും, വടി വെച്ച അക്ഷരത്തിൽ ടക്ക് 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 എന്നുള്ള ശബ്ദം ഇങ്ങനെ തൊണ്ടയിൽ നിന്ന് വരും. എന്ത് കാര്യം ഈ നിലമ്പൂരിൻ്റെ ഈ വിഷയത്തിൽ എന്തിൽ ഇടപെട്ടു? അതായത് നാട്ടുകാരനാണല്ലോ പറയുന്നത്. എറണാകുളത്ത് പോയി മത്സരിച്ചപ്പോൾ ഞാൻ അവിടുത്തെ തന്നെ 3 കൊല്ലമായിട്ട് ഞാൻ അവിടെ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളൊക്കെ ചാനലിൽ ഇത് വന്നല്ലോ. ഒരു ബന്ധവും ഈ നാട്ടിലെ വിഷയമായിട്ട് ഇല്ലല്ലോ. അദ്ദേഹം സർക്കാരിൻ്റെ ഭാഗമല്ലേ. ഈ ബൈപ്പാസ് ഇങ്ങനെ ഈ പറയുന്ന മരുമോൻ ഈ കോലത്തിൽ കുട്ടിച്ചോറാക്കിയിട്ട് അദ്ദേഹം താമസിച്ചിരുന്ന വീട്, ആദ്യം താമസിച്ചിരുന്ന വീട് ഈ മലയോരത്ത് ഔറ്റാളുള്ള ടൗണിലേക്ക് വന്ന് അവിടുന്ന് നേരെ മുണ്ടേരിയിൽ നിന്നാണ് വയനാട്ടിലേക്കുള്ള നമ്മൾ പറഞ്ഞിരുന്ന മലയോര പാത. അത് റിയാസ് വെട്ടി ത്വരങ്കാക്കിയപ്പോൾ ഒരു വാക്ക് ഉച്ചരിച്ചോ? ഈ പോലീസ് ഈ തോന്നിവാസം മുഴുവൻ ചെയ്തിട്ട് ഒരു വാക്ക് പറഞ്ഞോ? ഈ മലയോര മനുഷ്യനെ ഈ കോലത്തിൽ ഈ ആനയും ഈ കടുവയും കടിച്ചു കീറി ചവിട്ടി കൊല്ലുമ്പോൾ അരുത് കാട്ടാള എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞോ? പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം എപ്പോഴും വെള്ളപൂശ. മൃഗങ്ങളല്ലേ, കാട്ടിൽ നിന്ന് ദാഹിച്ചാൽ പുറത്തേക്ക് വരില്ലേ? അബദ്ധവശാൽ അതിൻ്റെ മുന്നിൽ മനുഷ്യൻ പെട്ടാൽ അത് ആക്രമിക്കില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യും ഈ ഗവൺമെൻറ്? ഞാൻ പറയുന്ന ഭാഷയല്ല, ഒന്നും കൂടി അച്ചടി ഭാഷയാണ്. ഒരു കാര്യമില്ല, അതൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ എക്സിസ്റ്റൻസാണ് പ്രശ്നം, നിലനിൽപ്പാണ്. അതാ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ 23 തീയതി വൈകുന്നേരം ആവണ്ട, വോട്ടെണ്ണൽ തുടങ്ങി 2 മണിക്കൂറിൽ വിവരം നിങ്ങൾ അറിയും. ഞങ്ങൾ റിയാസിൻ്റെ പേര് ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, മന്ത്രി റിയാസിൻ്റെ പേരും. മന്ത്രി റിയാസിന് എന്താണ് താങ്കളോട് വിരോധം? മലബാറിൽ നിന്നൊരു പുതിയ നേതാവ് ഉയർന്നു വരുന്നു എന്നതുകൊണ്ടായിരിക്കുമോ? അല്ല, നിങ്ങൾക്കറിയാലോ, നിങ്ങളൊക്കെ എനിക്കതിൽ ഒരുപാട് വിമർശനം എഴുതിയിട്ടുള്ള ആളുകളാണല്ലോ. ഇവിടെ കടന്നൽ രാജ എന്ന് പേരിട്ടത് ഇവിടുത്തെ നല്ല സഖാക്കളാണ്. ഞാൻ നടത്തിയൊരു പോരാട്ടം, എൻ്റെ ആയുസ്, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്. 2011 ഞാൻ മത്സരിക്കുമ്പോൾ 100 ചില്ലാൻ കോടി റുപ്യേൻ്റെ ആസ്തി എനിക്കുണ്ട്. ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത് ആ കടലാസ് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. അതൊന്ന് ഞാൻ 57 കോടിയിലെത്തി. ഇനി 25 കോടി എനിക്ക് കടുവ. മനസ്സിലായോ? നമ്മൾ പഠിച്ച രാഷ്ട്രീയം, നമ്മളെ കാക്കക്കാരണവന്മാർ പഠിപ്പിച്ച രാഷ്ട്രീയം അതാണ്. അപ്പം സ്വാഭാവികമായിട്ടും എന്നെപ്പോലൊരാൾ ഈ രീതിയിൽ സഖാക്കൾ എന്നെ ഇഷ്ടപ്പെട്ടു വന്നാൽ ഈ മലബാറിൽ നിന്ന് നാളെ വിദൂര ഭാവിയിൽ വരാൻ പോകുന്ന ഒരു തടസ്സമായിട്ട് അദ്ദേഹത്തിനെ കാണാണ്. അത് അവർ വളരെ പ്ലാൻഡാണ് എന്നുള്ളത് 21 തെരഞ്ഞെടുപ്പിൽ പിണറായി വോട്ട് ചെയ്യിക്കാൻ പോലും എനിക്ക് വേണ്ടി വന്നിട്ടില്ല. കോടിയേരി സഖാവിനെ അവർ പറഞ്ഞു വിട്ടിട്ടില്ല, ഒരാളുണ്ടായിട്ടില്ലല്ലോ. പക്ഷെ അന്നൊന്നും അത് മനസ്സിലായില്ല എനിക്ക്. ആദ്യത്തെ 1-2 വർഷം ഞാൻ വളരെ അടുപ്പായിരുന്നു റിയാസായിട്ട്. പിന്നെയാണ് കാര്യങ്ങൾ. നിങ്ങൾ നോക്കൂ, കേരളം മുഴുവൻ അദ്ദേഹം ടൂറിസം പദ്ധതികൾ ഉണ്ടാക്കി. 100 രൂപ നിലമ്പൂർക്ക് തന്നിട്ടില്ലല്ലോ. ബൈപ്പാസ് തടസ്സപ്പെടുത്തി, ആശുപത്രിയുടെ സ്ഥലമെടുപ്പ് തടസ്സപ്പെടുത്തി, കോളേജിൻ്റെ അക്വിസിഷൻ തടസ്സപ്പെടുത്തി. പിന്നെ ഏറ്റവും വലിയ വിഷയം മരത്തിൻകടവ് പാലം എന്ന് പറയുന്നത് വഴിക്കടവിൻ്റെ നിന്ന് മുണ്ടയിൽ നിന്ന് നമ്മളെ മൂത്തടത്തേക്ക് കിടക്കുന്നൊരു പാലമുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ അടക്കാൻ കഴിഞ്ഞതാണ്. നിലമ്പൂർ കളത്തുംകടവിലെ ഒരു റെഗുലേറ്റർ കമ്പടിച്ച് 147 കോടി രൂപ പ്രൊജക്റ്റാണ്. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് എന്താ പറയുക, ഫണ്ട് സാങ്ഷൻ ആവേണ്ടതാണ്. കാരണം നിലമ്പൂർ അങ്ങാടിയിലെ ആ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങാടിയിലെ വെള്ളക്കെട്ട് പോലും ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നിലമ്പൂർ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ വെള്ളത്തിന് പ്രശ്നം വരാറുണ്ട്. ആ അണക്കെട്ട് വന്ന ആ പ്രദേശത്ത് മുഴുവൻ വെള്ളമായിരുന്നു, കാർഷിക മേഖല ഉണരുമായിരുന്നു. ഇങ്ങനെ പരമപ്രധാനമായിട്ട് നാളെ ജനങ്ങളുടെ മനസ്സിലേക്ക് അകത്തേക്ക് കയറുന്ന കാര്യങ്ങൾ മുഴുവൻ 21, 26 എനിക്ക് ഒരു പൈസയും കിട്ടിയിട്ടില്ല. 16, 21 വളരെ സ്മൂത്തായിരുന്നു. പക്ഷേ ഇവൻ മരുമകനായി വീട്ടിൽ വന്ന് കയറിയതിൻ്റെ മാസങ്ങൾക്കാണ് കാര്യങ്ങൾ മറിയുന്നത്. പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ, അങ്ങനെ ഒരു അൻവർ ഇവിടെ വളരണ്ട. കാരണം അദ്ദേഹം വെട്ടി നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടി നിരത്തിക്കൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ്? ജയരാജന്മാരെ വെട്ടി നിരത്തി, കോഴിക്കോട് മോഹനമാഷ, ആദ്യം കരീം ഖാനെ വെട്ടി, പിന്നെ മോഹനമാഷ വെട്ടി, പ്രദീപ് കുമാറിനെ ഇവിടുന്ന് പ്യൂണിൻ്റെ പണിയും കൊടുത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. മനസ്സിലായോ? ഗഗാറിനെ പാർട്ടി സെക്രട്ടറിനെ വയനാട്ടിൽ വെട്ടി, ആരെ വട്ടം ബാക്കി? അപ്പോൾ എന്നെ അങ്ങനെ വെട്ടാൻ കഴിയില്ല, ഞാൻ പാർട്ടിയിലില്ല. ഞാൻ പാർട്ടിയിലില്ലാത്തൊരു സഖാവായി പോവുകയാണ്. അപ്പോൾ എന്നെ വെട്ടാൻ എന്താ മാർഗം? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെൻറ്റ് വർക്കുകൾ നിലമ്പൂരിൽ ഇല്ലാതാക്കുക. പക്ഷെ എന്നെ വെട്ടിയപ്പോൾ അവിടുത്തെ 3.5-4 ലക്ഷം ജനമുണ്ട് അവിടെ. അവരുടെ ജീവിതമാണ് ഈ ചങ്ങാതി വഴിമുട്ടിച്ചത്. മനസ്സിലായോ? അതൊക്കെ അവസാനത്തെ ചോദ്യമാണ് താങ്കൾ. ഓക്കെ,
ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടു, കാന്തപുരം ഉസ്താദിനെ കണ്ടു, ക്രിസ്ത്യൻ നേതാക്കളെയൊക്കെ കണ്ടു. അവർ പിന്തുണ അറിയിച്ചിട്ടുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും ഈ വിഷയം അവർക്കൊക്കെ അറിയാലോ. അവരും സാമൂഹിക സാമുദായിക നേതാക്കളാണല്ലോ. ഒരു സമൂഹം മൊത്തത്തിൽ അനുഭവിക്കുന്ന വിഷയമാണ് ഈ അനിമൽ അറ്റാക്ക്. അവർ പിന്തുണ പ്രഖ്യാപിക്കാതിരിക്കുമോ? മനസ്സുകൊണ്ടെങ്കിലും പ്രാർത്ഥിക്കാതിരിക്കുമോ? നിങ്ങൾ പറയുന്ന എടുക്കുന്ന നിലപാട് ശരിയാണെന്ന് പറയാതിരിക്കുമോ? പറ്റുമോ? അത്ര കണ്ടാൽ മതിയാണ്. അല്ല, എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. അത് അണ്ടർസ്റ്റുഡാണ്. അവരൊക്കെ നല്ല മനുഷ്യരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും. ഓക്കെ, ഏതായാലും ഉറച്ച വിജയപ്രതീക്ഷയിൽ തന്നെയാണ് PV അൻവർ. 75,000 വോട്ട് നേടുമെന്ന ആത്മവിശ്വാസം ഈ അവസാന സമയവും പങ്കുവെക്കുകയാണ്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, മലപ്പുറം.